എല്ലാവർക്കും മന്ത്രകൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഈ ക്ഷേത്രം തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണമേരു എന്നും ശ്രീ രാജരാജേശ്വരം ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജാരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങി 1013 പൂർത്തിയാക്കിയത്. 1000 വർഷത്തിനു മുകളിൽ പഴക്കം കണക്കാക്കപ്പെടുന്നു. ചോള രാജവംശകാലത്തെ തമിഴ് വാസ്തു വിദ്യയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഏകക്ഷേത്രം. പരമശിവനെ ലിംഗരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിലുള്ള ശിവലിംഗത്തിന് 8.7 മീറ്റർ ഉയരമുണ്ട്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയുള്ള വലിപ്പമേറിയ കലശമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പവുമുണ്ട്. 400 തൂണുകളുടെ വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവുമുണ്ട്. കുന്ത്രമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ക്ഷേത്ര രൂപകൽപ്പന ചെയ്തത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ ഗോപുരത്തിനു മുകളിൽ തീർത്ത ക്ഷേത്രത്തിലെ മകുടത്തിന്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നതാണ് ഒരു പ്രത്യേകത. ഉച്ചസമയത്താണ് നിഴൽ താഴെ വീഴാത്തത്. ചോള വാസ്തുവിദ്യയുടെ എല്ലാ അടയാളങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാരതനാട്യത്തിലെ 108 കരണങ്ങളിൽ 81 എണ്ണത്തിലെയും ശില്പാവിഷ്കാരം. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി വിവരിച്ചിരിക്കുന്ന കരണങ്ങളാണ് ഇവിടെ ശില്പരൂപത്തിൽ കൊത്തിയിരിക്കുന്നത്. 6 വർഷവും 275 ദിവസവും കൊണ്ട് നിർമ്മിതി പൂർത്തീകരിച്ച ഈ ക്ഷേത്രം ബിഗ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണിത്.